Oh yeah, 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 yeah. Darling, euphoria. ഹളിയ ഗുഡ് മോർണിംഗ്. എന്റെ പൊന്നട, നീ എപ്പ ലാൻഡ് ചെയ്ത്? ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ്, നീ എവിടെ ചിന്തിച്ച് നിർത്തുന്നോ അവിടെ ഞാൻ തുടങ്ങും. നിന്റെ തലയ്ക്ക് വല്ല അടിയും കിട്ടിയോടോ? തത്തൊക്കെ വിളിച്ചു പറയുന്നത്. നിനക്കങ്ങനെ പലതും തോന്നും, പക്ഷെ നിനക്കൊരു കാര്യം അറിയോ? ഞാനിപ്പോ ആത്മീയതയുടെ വഴിയിലാണ്. എടാ, അതിന്റെ സ്പെല്ലിങ് നിനക്കറിയോ? ഒരു സ്പെല്ലിങ്ങിലൊക്കെ എന്തിരിക്കുന്നു ബ്രോ. അതുപോട്ടെ, എവിടെ ആയിരുന്നു എന്നിട്ട്? ഊട്ടി വഴി ഹിമാലയത്തിലേക്കൊരു യാത്ര. മനസ്സും ശരീരവും ശുദ്ധിയാക്കാൻ ഒരു തീർത്ഥയാത്ര. എന്നിട്ട് തീർത്ഥാടകൻ ഹിമാലയം കീഴടക്കിയോ? ഇല്ല, എനിക്കതിന് സാധിച്ചില്ല. എന്തൊരു ഒറിജിനാലിറ്റി. കഴിച്ചതെല്ലാം ദഹിച്ചു. പാവം, നല്ല വിഷമമുണ്ടല്ലേ? ബട്ട് വൈ ബ്രോ, വൈ? ഇയാൾ ഇത് ഓവറാക്കി ചളവാക്കും. സാരമില്ല, മോട്ടിവേറ്റ് ചെയ്യാം. ബട്ട് വൈ? അയ്യോ, കുഴപ്പമായ. ഞാൻ സപ്പോർട്ട് ചെയ്തതാ, സത്യം. ഗുഡ് ക്വസ്റ്റ്യൻ. ഐ നോ ഐ എം ബ്രില്യന്റ്. ബിക്കോസ് എൻ്റെ ഏട്ടനൊരു ചെറ്റയാണ്. അതെന്താടാ അങ്ങനെ ഒരു ടോക്ക്? നിനക്കൊരു കാര്യം അറിയോ? ഒരു തീർത്ഥയാത്രയ്ക്ക് വേണ്ടി ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ക്യാഷ് ചോദിച്ച എൻ്റെ അടുത്ത് 100 രൂപ എടുത്ത് കൈ തന്നു. എന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ, ബാക്കി വരുന്നത് വഴിച്ചെലവിനും വെച്ചോണം. എന്നിട്ട് നീ എന്ത് ചെയ്തു? ഞാൻ എന്ത് ചെയ്യാൻ? 98 രൂപയ്ക്ക് ഞാൻ പെട്രോൾ അടിച്ചു, ബാക്കി 2 രൂപയ്ക്ക് ഒരു കോലുമിഠായും വാങ്ങി, എന്നിട്ട് വിട്ടു. എങ്ങോട്ട്? ഹിമാലയത്തിലേക്ക് തന്നെ. യെസ്, വളരെ ഏട്ടൻ. എന്തേ, നിനക്ക് വല്ല സംശയമുണ്ടോ? അല്ല, അപ്പൊ ഹിമാലയത്തിൽ എത്തിയില്ല എന്ന് പറഞ്ഞിട്ട്? നിങ്ങൾ ഉദ്ദേശിച്ച ഹിമാലയത്തിൽ അവൻ എത്തിയിട്ടില്ല, പക്ഷെ അവൻ ഹിമാലയത്തിൽ എത്തിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഫുൾ ടാങ്ക് ആക്കുകയും ചെയ്തിട്ടുണ്ട്. പോരാത്തതിന്റെ ബാക്കിക്ക് അവൻ ടച്ച് അടിച്ചു. ഫുൾ ടാങ്ക് അടിച്ചിട്ട് നീ ഇങ്ങനെ പിന്നെ വീടെത്തിയേ? അവൻ നല്ല അന്തസ്സായി 4 കാലിൽ എഴഞ്ഞു വന്നു. എന്തു പറ്റി? ആത്മീയ ഗുരുവിനത് നിഷേധിക്കണമെന്നുണ്ടോ? നിഷിദ്ധം. അരേ വാ, ഹർഷേട്ടൻ മാസാണ്, കൊല്ലമാസ്. അതെ അതെ, ഒരു രക്ഷയില്ല. അതാണ്. അപ്പോ ഇനി അങ്ങയുടെ ആ പേടകത്തിന്റെ കാര്യം ഇനി എങ്ങനെയാണാവോ? അതെടുക്കാൻ താങ്കൾ ഇനി നേരിട്ട് ഹിമാലയത്തിലേക്ക് എഴുന്നള്ളുന്നുണ്ടോ, അതോ ഇനി തിരിച്ച് ഹിമാലയം ഇങ്ങോട്ട് എഴുന്നള്ളൂ? ഹിമാലയത്തിലെ സെക്യൂരിറ്റി ചിലപ്പോ. എന്തോന്ന്? അല്ല, ഞാൻ എടുത്തോളാം, ഞാൻ ഒറ്റയ്ക്ക് പോയി എടുത്തോളാം. അല്ലടാ, ഞാൻ നിനക്ക് 2 പോലീസുകാരെ എസ്കോർട്ട് അയക്കാം. അവൻ ഉണ്ണീന്ന് വിരിഞ്ഞിട്ടില്ല, അപ്പോഴവന്റെ തീർത്ഥാടനം മാത്തൂലി. ഏട്ടാ, തൽക്കാലം നീ ഇവിടെ ചിരിച്ചിരി, നിന്നെ ഞാൻ കരയിക്കാട്ടാ. ഹർഷേട്ടൻ പെട്ടു. അത് ഷെയർ ചെയ്യാനല്ലേ ഇതേ ഇവൻ. ഹാടാ, ഇനി നിനക്ക് വേണ്ടി ഞാൻ അതും കൂടെ ഏൽക്കാം. എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നല്ലേ ബ്രോ? ആയിരുന്നു ഇന്നലെ വരെ, പക്ഷേ ഇന്ന് ഞാനതങ്ങ് തിരുത്തി. എടാ ദുഷ്ട. അയ്യോ, അവിടെ തിരിച്ചു. ചേച്ചി പ്ലീസ്, ചേച്ചി നീ വാ. എന്റെ പൊന്നു വെച്ച് എന്റെ കയ്യിൽ കത്തിയിരിക്കുന്നേ. നിന്റെയൊക്കെ ഷോപ്പിംഗ് അല്ലേ, ഒരു ദിവസം കണക്കാ. നീ വേണമെങ്കിൽ ചൈതൂനെ എങ്ങാനും വിളിക്ക്, ഇല്ലാന്നുണ്ടെങ്കിൽ ഹർഷനെ വിളിക്ക്. അവനാരും വരൂല, എനിക്കറിയാം. സ്കൂൾ തുറക്കാൻ ഇനി ഒരാഴ്ചയും കൂടെ ഉള്ളൂ. എനിക്കിവിടെ 100 കൂട്ടം പണിയുണ്ട്. അച്ചൂരിനെ ഇപ്രാവശ്യം സ്കൂളിൽ ചേർത്തണം, നിനക്ക് അറിഞ്ഞൂടെ? അതിനെന്താ ചേച്ചി, സ്കൂൾ തുറന്നില്ലല്ലോ, ഇനിയില്ലേ ഒരാഴ്ച? ഇനി ഒരാഴ്ചയേ ഉള്ളൂ, അതാ ഞാനും പറഞ്ഞേ. നാട്ടിൽ പോയപ്പോ എന്നോട് അമ്മ അപ്പോഴേ പറഞ്ഞതാ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പൊക്കോന്ന്. പക്ഷെ അതും താങ്ങി പിടിച്ച് ഇങ്ങോട്ട് ഞാൻ ഒറ്റയ്ക്ക് വരണമെന്ന് ആലോചിച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നപ്പോ നിനക്ക് എന്റെ കൂടെ വരാൻ വയ്യ അല്ലേ?
അയ്യോ എന്റെ പെണ്ണെ, നീ മോങ്ങണ്ട, വരാം നോക്കട്ടെ. എന്റെ ഈശ്വര, നീ എനിക്കൊരു 4 കൈയും കൂടെ എക്സ്ട്രാ തന്നില്ലല്ലോ. എന്നാലും നീ ഒരു കാര്യം ചെയ്യ്, ലിസ്റ്റ് എഴുതി വെക്ക്, ഒന്നും വിട്ടുപോണ്ട. പറ്റുവാണെങ്കിൽ നമുക്ക് ഇന്ന് വൈകുന്നേരം തന്നെ പോവാം. ഓ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. അയ്യോ ഇവള്. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ ഗൗരി ഒന്ന് വിളിച്ചു നോക്ക്, അവക്കും വാങ്ങിക്കാനുണ്ടാവില്ലേ? അങ്ങനെയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പൊക്കോ. അത് നല്ലൊരു ഇതാണ്. ഇനി വാങ്ങാൻ സമയം കിട്ടിയില്ല എന്നുള്ള പരാതി കേൾക്കണ്ടല്ലോ. ഗൗരി ചേച്ചിയാ, ഞാൻ എടുത്തു നോക്കട്ടെ. ആ എടുക്ക്. ഹലോ ചേച്ചി. അയ്യോ ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കുകയായിരുന്നു, ഞാൻ എപ്പോഴേ റെഡിയാ. ആന്നേ, ചേച്ചിക്ക് ഭയങ്കര തിരക്കാ, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇങ്ങോട്ട് വരുമോ? ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ റെഡി ആയിട്ട് നിൽക്കാം. ഓക്കെ ശരി. ഹാ അവളെന്താ പറഞ്ഞേ, വരുമോ? ഹാ ചേച്ചി ഓൾറെഡി ഷോപ്പിങ്ങിന് പോകാൻ നിൽക്കായിരുന്നു എന്ന് പറഞ്ഞു. എന്നെയും കൂടെ കൂട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് വരും. ഹാവു അതേതായാലും നന്നായി. ഹാ അപ്പൊ യു സമാധാനത്തോടെ കണ്ടിന്യൂ. ഞാൻ എന്തായാലും പോയി റെഡി ആവട്ടെ, അവരിപ്പം ഇങ്ങെത്തും. അല്ല ചേച്ചി, ഇതൊന്ന് വൈകുന്നേരം ഡെലിവറി ചെയ്യാനുള്ളതല്ലേ, അപ്പോ ഓൾ ദി ബെസ്റ്റ്. ഹാ അല്ലടി ജെസി വരുന്നുണ്ടോ? ഏയ് ഇല്ല, ഇച്ചാനാ വരുന്നേ. ഹാ അപ്പൊ പിന്നെ കുഴപ്പമില്ല. അഴക് റാണിടി. വികൃതി ചെക്കൻ, അവന് അങ്ങനെ തന്നെ വേണം. എന്താണാവോ, സാറന്ന് രാവിലെ തന്നെ നല്ല ഫോമിലാണല്ലോ. അയ്യേ എന്താ അർച്ചേട്ടാ, ഷിംചാരൊക്കെയാണ് കാണുന്നത്, അതിനുള്ള പ്രായമായത്. അങ്ങോട്ട് നീങ്ങിയിരുന്നേ. ഇവനില്ലേ, ഇവൻ ഒരു കുരുത്തം കെട്ട ചെക്കനാ, എന്നും സ്കൂളിൽ പോവാൻ ലേറ്റാ. ഇന്നും അങ്ങനെ തന്നെയല്ലേ? എനിക്കറിയാം, നല്ല 4 തല്ല് കിട്ടാതെ എന്റെ സൂക്കേടാ അവന്. ഹാന്നേ, നിന്റെ കയ്യിലെങ്ങാനും കിട്ടണായിരുന്നു. ആ അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കൂടി. ഇവച്ചോളിത് എടാ, കുറെ നേരമായില്ലേ തുടങ്ങിട്ട്, ആ സൗണ്ട് എങ്കിലും കുറയ്ക്കും മനുഷ്യരുടെ. അപ്പൊ പിന്നെ നിനക്ക് വേണമെങ്കിൽ നീ എണീറ്റ് പോണം, ഞങ്ങൾ ഇവിടെ ഇരുന്ന് കാണും. ആ അത് തന്നെ, നിനക്ക് പറ്റില്ലെങ്കിൽ നീ എണീറ്റ് പോടാ. സമ്മതിക്കൂല അല്ലേ രണ്ടും? അല്ല, നീ ഈ കെട്ടിയൊരുങ്ങി വന്നിരിക്കുന്ന ഈ പീറ കാർട്ടൂൺ കാണാൻ വേണ്ടിട്ടാണോ? അയ്യോ മറന്നു. എടാ എണീറ്റ് വേഗം പോയി റെഡി ആക്കി. എങ്ങോട്ട്? എന്റെ കൂടെ വാ നീ. എന്തിന്? എനിക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെന്ന്. അല്ല നീ പോയി വാങ്ങിച്ചാ പോരെ? അല്ല നീ കൂടെ വന്നാലേ പോവാൻ പറ്റുള്ളൂ. അതിന് ഞാൻ എന്തിനാ വരെ, നീ ഒറ്റയ്ക്ക് പോയാ പോരെ? വെറുതെ തർക്കിക്കാൻ നിക്കാണ്ട, വീം പോയി റെഡി ആയിട്ട് വാ. ഞാനെങ്ങുമില്ല. വന്നേ. നിന്റെ കൂടെ നിന്റെ തൊഴിമാരും വരുന്നില്ല? ഗൗരി ചേച്ചി ഉണ്ടല്ലോ. ആ എങ്കിൽ ഞാനില്ല. അതെന്താടാ? തൽപര കക്ഷിയല്ല. ഓ നിനക്കവളെ നേരത്തെ അറിയാം. പിന്നെ ആരോ ഈ പുതിയ കക്ഷി? നീ വിചാരിക്കുന്ന പോലെ അത്ര പുതിയതൊന്നുമല്ല. നമ്മുടെ ഗൗതമേട്ടന്റെ അനീത്തിയാ. പുള്ളിക്ക് അനീത്തിയൊക്കെ ഉണ്ടല്ലേ? പിന്നെ പക്ഷെ നീ അറിയാൻ വഴിയില്ല. കാരണം ആണ്ടിലും സംക്രാന്തിക്കൊക്കെ ആണല്ലോ വിസിറ്റിംഗ്. വന്നു കഴിഞ്ഞ ഊരുതണ്ടിലാണല്ലോ മെയിൻ പരിപാടി. പിന്നെ എങ്ങനെ വീട്ടിൽ വരുന്നവരെ കാണാനാ? നിനക്ക് പിന്നെ ഇവിടെ ആർക്കൊക്കെ അനീത്തിമാരുണ്ട് പെങ്ങന്മാരുണ്ട് നോക്കി നടക്കലാണല്ലോ പണി. അതെ, അതിൽ എനിക്ക് അഭിമാനമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നീ എന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. അയ്യോ വേണ്ട. എടാ ലിസ്റ്റൊക്കെ കിട്ടൂടാ. അയ്യോ വേണ്ട, വേണ്ടത്തോണ്ടാ. നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് അടിയിടാതെ ആരെങ്കിലും ഒരാൾ എന്റെ കൂടെ വരുവോ? നിന്നോട് ഞങ്ങൾ മലയാളത്തിലല്ലേ പറഞ്ഞേ രണ്ടുപേരും വരുന്നില്ലാന്ന്. ഇനിയിപ്പോ മനസ്സിലാവാൻ വേണ്ടിട്ട് വേറെ ഏതെങ്കിലും ഭാഷ പറയണോ? എനിക്ക് അപ്പോഴേ അറിയാം നിനക്കൊന്നും എന്നോട് ഒരു സ്നേഹവും ഇല്ലാന്ന്. ഞാനൊന്നുമില്ലെങ്കിൽ നിന്നെ ഇത്രയും വിളിക്കുന്നതല്ലേ. ഒന്ന് കൂടെ വന്നോടെ ഇരുന്ന് വന്നോടെ. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒറ്റ അനിയത്തിയല്ലേ ഉള്ളൂ, അതെങ്കിലും ചിന്തിക്കണ്ടേ? എന്റെ പൊന്നു മോളെ, ഞാനത് ചിന്തിച്ചോളാം ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത്. നീയൊക്കെ ഫേക്ക് ലവാ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. എന്നാലും ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്തതാ, നീ വരുവോ ഇല്ലയോ എന്നുള്ളത്. ഞാനീ ഒറ്റയ്ക്ക് പോയിക്കോളാം കേട്ടോ, എനിക്ക് ആരുടെ സഹായം ഒന്നും വേണ്ട. ഓ എങ്കിൽ മാഡം ചെല്ല്. പോകുന്നില്ലേ? അല്ല കിട്ടിയില്ല. എന്ത്? ക്യാഷോ കാർഡോ എന്തായാലും മതി. ഓ പിന്നെ റിസർവ് ബാങ്ക് എന്റെ സ്വന്തമല്ല. നിനക്ക് ആവശ്യമുള്ള ക്യാഷ് ഓൾറെഡി അച്ഛൻ തന്നതല്ലേ, പിന്നെന്താ? അതെനിക്ക് സേവ് ചെയ്യാനാ. എന്തിന്? സ്കൂട്ടി വാങ്ങാൻ.
ആഹാ നീയാണ് കൊള്ളാലോ, തരൂല. ആ, കണ്ടോ കണ്ടോ, നിനക്കിപ്പോഴും എൻ്റെ അടുത്തൊരു സ്നേഹമില്ല. ഇത്രയും നേരം നിന്ന് പറഞ്ഞതൊക്കെ വെറുതെ വെള്ളത്തിൽ വരച്ച് വെറും വര. നീ നോക്കിക്കോ, എന്റെ ശാപോ. നീ എവിടെങ്കിലും ബൈക്ക് ഓടിച്ച് പോകുമ്പോ അതെവിടെങ്കിലും കൊണ്ടിടിച്ചിട്ട് നിന്റെ തല റോഡിൽ ചിന്നി ചിതറി ഇങ്ങനെ തലച്ചോറ് ഇങ്ങനെ വാരി എടുത്തിട്ട്. അയ്യോ എന്നാ കൊണ്ടുപോ. താങ്ക്സ്. തീരുമാനായി. പിന്നെ എന്താ? അതിലൊരു 100 രൂപയെങ്കിലും ബാക്കി വെക്കണേ, എനിക്ക് പെട്രോൾ അടിക്കാനാ. ആ നോക്കാം. ഇവള് ഞാൻ ഇന്ന് അളിയോ വേണ്ട. ഏത് നേരത്താണാവോ അച്ഛനോട് പോയി ചോദിക്കളിയാ. എടാ നീ പോയി നോക്ക്, ആ ഗൗരിയായിരിക്കും അവളെ കൊണ്ടുപോവാൻ. ഇച്ചായ ഇന്ന് നിങ്ങൾക്ക് അപ്പൊ നറുക്ക് വേണേ, കൊള്ളാം. എന്തായാലും വാ കേറ്. അയ്യോ കേരള ഞാൻ വന്നു. നിങ്ങൾ ഇനി കേറുന്നത് സംസാരിച്ചു തുടങ്ങിയാലേ ചിലപ്പോ സമയം പോവും. ഈ പെണ്ണ്. ഈ ചേട്ടൻ വന്ന്. ഞാനെന്തായാലും കുറച്ച് ദിവസം കാണും ഇവിടെ. നമുക്ക് പിന്നെ കാണാ ചേ, പോയിട്ട് വാ. ചാച്ചു, ഈ അമ്മ എനിക്ക് ചോക്ലേറ്റ്സ് തരുന്നില്ല, ഒന്ന് പറ. അച്ചൂട്ടാ, എന്താടാ രാവിലെ തന്നെ ചോക്ലേറ്റ്സ് കഴിക്കാണോ? അത് രാവിലെ മുഴുവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ അമ്മ എനിക്ക് ചോക്ലേറ്റ്സ് തരാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എല്ലാം കഴിച്ചു. ഇപ്പം അമ്മ പറയാ ചോക്ലേറ്റ്സ് രാവിലെ ഒന്നും കഴിക്കണ്ട, വൈകുന്നേരം തരാന്ന്. അങ്ങനെ സമയമൊന്നും ഇല്ലാന്ന് പറഞ്ഞു കൊടുക്കു ചാച്ചു. ആഹാ, അപ്പൊ അച്ചൂട്ടിന്റെ അമ്മ അച്ചൂട്ടിനെ പറ്റിച്ചതാ. ആഹാ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ബാ ചാച്ചി ചോദിക്കട്ടെ. ചേച്ചി അച്ചൂട്ടിന് ചോക്ലേറ്റ്സ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് എന്താ കൊടുക്കാഞ്ഞേ? ആഹാ, അപ്പോഴേക്കും നിന്റെ അടുത്ത് വന്ന് കംപ്ലൈന്റ് പറഞ്ഞോ? എടാ അവനിപ്പോ ചോക്ലേറ്റ്സ് കഴിക്കുന്നത് കുറച്ച് കൂടുതലാ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കൊടുക്കാന്ന് പറയരുതായിരുന്നു. എടാ അവനത് കഴിക്കാൻ കുറുമ്പ് കാട്ടിയുണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ, എന്നാലേ അവൻ കഴിക്കൂ. എന്നാലും നീ പറഞ്ഞ വാക്ക് പാലിക്കണം. ഇപ്പൊ തൽക്കാലം കൊടുത്തേ. ഓ, ഇപ്പൊ ചാച്ചു മോനും ഒന്നായി. ഞങ്ങള് പണ്ടേ ഒന്നല്ലേ, അല്ലേടാ? ചാച്ചു ഐ ലവ് യു. ചോക്ലേറ്റ്, ബട്ട് പ്രോമിസ് മീ ഇന്ന് ഇനി ചോക്ലേറ്റ് ഇല്ല. ഓക്കെ ഓക്കെ അമ്മ, താങ്ക് യു. അതെ ചേച്ചി. എന്താടാ ഇത്, നിനക്കും വേണം ചോക്ലേറ്റ്? അതല്ല, എനിക്കൊരു ഡൗട്ട്.